ഞാൻ വൈഷ്ണവിയായിട്ട് ആദ്യം പരിചയപ്പെടുമ്പോൾ ഞാൻ ഒരിക്കലും അറിഞ്ഞില്ലായിരുന്നു ഈ ഒരു കലോത്സവം ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു ജേണിയെ കുറിച്ചൊന്ന് പറയാം. കലോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളൊക്കെ തലത്തിൽ, അതായത് LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിലുള്ള എല്ലാ കുട്ടികൾക്കും മത്സരിക്കാനുള്ള ഒരു അവസരമാണ്. ഇതിൽ LP കുട്ടികൾക്ക് സബ് ജില്ലാ തലം തൊട്ട് മത്സരം കഴിയും. UP യിലുള്ള കുട്ടികൾക്ക് ജില്ലാ തലം വരെയും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയിലുള്ള കുട്ടികൾക്ക് സ്റ്റേറ്റ് ലെവലും വരെ ഉണ്ട്. ഈ സ്റ്റേറ്റ് ലെവലിൽ അപ്പീലുകളൊന്നും ഇല്ലാതെ, അതായത് ഡയറക്റ്റ് അപ്പീലല്ല, കോർട്ട് വഴി അപ്പീൽ എടുത്ത് വരുന്നവരല്ലാതെ ബാക്കിയുള്ള എല്ലാവർക്കും കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ A ഗ്രേഡ്, അത് 30 മാർക്ക്, ഗ്രേസ് മാർക്ക് എല്ലാം കിട്ടും. അത് ഇപ്പൊ കവർ ചെയ്യുന്ന, ഇപ്പൊ കോർട്ട് അപ്പീൽ വഴി വരുന്ന കുട്ടികൾക്ക് അവരുടെ പരീക്ഷയിലേക്ക് ഗ്രേസ് മാർക്ക് വരും. പക്ഷെ ജില്ലാ കലോത്സവം അല്ലെങ്കിൽ ജില്ലാ ഓരോ ടീമുകൾക്കായിട്ട് പോയിന്റിലേക്കൊന്നും ആഡ് ചെയ്യില്ല. അപ്പോ ഞാൻ ഇക്കൊല്ലം മത്സരിച്ചിരുന്നത്, എനിക്ക് ജില്ലാ തലത്തില് വരെ ഞാൻ ഭരതനാട്യം മോണോആക്ടും വരെ എത്തിയുള്ളൂ. സബ് ജില്ലയിൽ തന്നെ മോഹിനിയാട്ടത്തിന് ഞാൻ പിന്തള്ളപ്പെട്ടു. അത് വേറൊരു പ്രോഗ്രാമിന് വേണ്ടി മാത്രമായിട്ട് പറയേണ്ടി വരും അന്നുണ്ടായ സംഭവങ്ങൾ. അപ്പോൾ എല്ലാവരും കണ്ട വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോ ആക്ടിന് എനിക്ക് അപ്പീല് കിട്ടാതെ വന്നതിൻ്റെയാണ്. അതായത് ജില്ലാ തലത്തില് സെക്കൻഡ് പൊസിഷൻ, അതായത് ഫസ്റ്റ് ഈ കിട്ടിയ കണ്ട വീഡിയോ എന്ന് പറയുമ്പോൾ മറ്റേ ന്യൂസ് ചാനൽ വന്നല്ലേ? അത് ഏത് ന്യൂസ് ചാനലാണ് മെയിൻ ആയിട്ട് വന്നത്? മാതൃഭൂമി, മനോരമയിലാണ് അതിനാണ് വന്നത് ആ വീഡിയോ. അപ്പോൾ അതില് ഫസ്റ്റ് കിട്ടിയ കുട്ടിയായിട്ട് 5 പോയിന്റ് വ്യത്യാസവും അതുപോലെ മികച്ച പെർഫോമൻസ് എന്നൊക്കെ റിമാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചു അപ്പീല് കിട്ടും എന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഹൈസ്കൂളിൽ ഭരതനാട്യത്തില് 1ാം സ്ഥാനത്ത് നിന്ന് ഇതുപോലെ തന്നെ 5 മാർക്കിന്റെ വ്യത്യാസത്തിൽ സെക്കൻഡ് പൊസിഷനിൽ വന്ന കുട്ടിക്ക് അപ്പീല് പാസ്സാക്കി കൊടുത്തു. എന്റെ അപ്പീല് മാത്രം പാസ്സാക്കിയില്ല. ഒരു കുട്ടിക്ക് 2 അപ്പീല് പാസ്സാക്കി കൊടുത്തു. 2 തിരുവാതിര ടീമിന് ജില്ലയിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് പെർഫോം ചെയ്യാനുള്ള അപ്പീല് ഇവിടുത്തെ അപ്പീൽ കമ്മിറ്റി, ജില്ലാ കലോത്സവത്തിന്റെ കമ്മിറ്റി പാസ്സാക്കി കൊടുത്തു. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ച് കിട്ടുമായിരിക്കും, അത് കിട്ടിയില്ല. ഞങ്ങളപ്പോ കോർട്ടിൽ അപ്പീൽ വെച്ചു. കോർട്ട് അത് പരിഗണിക്കാൻ ഒരുപാട് സമയം എടുത്തു. അതായത് പല കേസുകളും വേറെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ മുനിസിപ്പൽ കോടതിയില് കേസ് അത് കൊണ്ടുവച്ചിട്ടും കലോത്സവത്തിന്റെ അന്നാണ്, അതായത് മത്സരം ജനുവരി 16-ന് മോണാക്ട്, വെള്ളിയാഴ്ച ഹോളി ഫാമിലിയില് വേദിയില് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1ാം സെസ് നമ്പറിൽ കയറി കളിക്കുമ്പോഴാണ് വിധി വരുന്നത്. എനിക്ക് അപ്പീൽ റിജക്ട് ചെയ്തെന്നുള്ളത്. അപ്പൊ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും. അതായത് +2 ആണ്, എന്റെ അവസാന വർഷമാണ്, ഒരു തോൽക്കാനെങ്കിലും ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ, അതായത് അപ്പീൽ എടുത്ത് വന്നിട്ട് ഞാൻ ഫസ്റ്റ് കിട്ടിയ കുട്ടിയെ കളിച്ച് കവർ ചെയ്തില്ലെങ്കിലും പോട്ടെ, എനിക്ക് A ഗ്രേഡ് നഷ്ടപ്പെടുന്നേ ഉള്ളൂ. പക്ഷെ ഒരു അവസരം, ഒരു വേദിയാണ് നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ പലരും പറയുന്നുണ്ട് തോൽക്കാൻ കുട്ടി പഠിക്കണം, തോൽവി നമ്മൾ, പക്ഷെ ഈ അടിച്ചേൽപ്പിക്കുന്ന തോൽവി ഉണ്ടല്ലോ, അതായത് പൈസ കൊടുത്തും ജഡ്ജസിനെ സ്വാധീനിച്ചിട്ടുള്ള, അതൊക്കെ ഒരു തോൽവി, അതൊക്കെ ഒരു ജനുവിനായിട്ടൊരു തോൽവിയാണ്. ഒരാളുടെ കഴിവിനെ അതിൽ നിന്ന് അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് വരുന്നില്ല. ഈ ഒരു യാത്ര എത്ര ലോങ് ആയിരുന്നു? ഈ ഒരു കലോത്സവ ജേണി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഇതിന് വേണ്ടി പങ്കെടുക്കണമെങ്കിൽ എത്ര നാൾ മുമ്പേ പ്രാക്ടീസ് തുടങ്ങും? ഒരു കലോത്സവം കഴിഞ്ഞ് അടുത്ത കലോത്സവത്തിലുള്ള പ്രാക്ടീസ് തുടങ്ങും. അത് ഒരു വർഷം നീണ്ടു നിൽക്കും അല്ലേ? വർഷം നീണ്ടു നിൽക്കും. അതായത് ഓഗസ്റ്റ് മാസത്തില്, ഈ മാസത്തിലാണ് മിക്ക സ്കൂൾ തലത്തിലെ മത്സരം തുടങ്ങുന്നത്. സ്കൂൾ തലത്തിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ സബ് ജില്ല, ജില്ല, സ്റ്റേറ്റ്, അങ്ങനെയാണ്. അപ്പോ ഈ ഓഗസ്റ്റ് മാസത്തില് സ്കൂളിലെ മത്സരങ്ങൾ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജൂൺ, ജൂലൈ, അതായത് മാർച്ചിൽ നമ്മൾ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെക്കേഷൻ ക്ലാസ്സിൽ പോയിട്ട് നമ്മൾ ഐറ്റംസ് പഴയത് പഠിച്ചത് തന്നെയാണ് കളിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രാക്ടീസ്, അല്ലെങ്കിൽ പുതിയത് പഠിക്കുന്നതും പ്രാക്ടീസും ഒക്കെ ഇങ്ങനെ തുടങ്ങും. അപ്പൊ ആരും ഈ ഇതിന്റെ പിറകിലുള്ള കഥകൾ ചെയ്തല്ല, എല്ലാവരും കലോത്സവത്തിന് വന്ന് പങ്കെടുക്കുന്നു, അതിന്റെ പിറകിൽ ഇത്ര എഫേർട്ട് ഉണ്ട് എന്ന് ആരും കാണുന്നില്ല. സക്സസ് മാത്രമേ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിന്റെ പുറകിലുള്ള എഫേർട്ട് ആർക്കും അറിയാൻ വേണ്ട. അത് ആ എഫേർട്ട് എടുക്കുന്നവർക്കും മാത്രമേ പോലും ചില സമയത്ത് അവരത് മനസ്സിലാക്കില്ല. അതായത് ഇപ്പോ ഞാൻ എന്റെ അമ്മയും നൃത്താധ്യാപികയായ ഒരു അധ്യാപകരുടെ ഒരു എഫേർട്ട് എന്താണെന്നുള്ളതും കൂടെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ പല അധ്യാപകരും ഇതുപോലും മനസാക്ഷി അവരുടെ ഉള്ളിലില്ല. ഇതുപോലെ തന്നെ ഞാൻ എഫേർട്ട് എടുക്കുന്ന പോലെ തന്നെ മറ്റു കുട്ടികളും മറ്റു പാരന്റ്സും മറ്റു അധ്യാപകരും കഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവര് പണം കൊടുത്ത് സ്വാധീനിക്കുന്നത്. ഈ അമ്മയും അമ്മൂമ്മയും ഡാൻസ് ടീച്ചർ എന്ന് പറയുമ്പോൾ അങ്ങനെ ആരെങ്കിലും കളിയാക്കുക? അത് കളിയാക്കൽ പ്രൈസ് വന്ന ഫസ്റ്റ് സെക്കൻഡോ തേർഡോ വന്നു കഴിഞ്ഞാൽ പറയും അതൊക്കെ അമ്മയും അമ്മൂമ്മയും ഡാൻസ് ടീച്ചർ അല്ലേ, കിട്ടിയില്ലെങ്കിൽ അതിശയിക്കാനുള്ളൂ. ഈ പ്രൈസ് വന്നില്ലെങ്കിൽ പറയാം അമ്മ അമ്മൂമ്മയൊക്കെ വലിയ ഡാൻസുകാരായിട്ട് പ്രൈസ് ഒന്നും വന്നിട്ടില്ലല്ലേ, അപ്പൊ വെറുതെ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്, അങ്ങനെയും പറയാം. അതായത് പൂർണ്ണമായിട്ടും അംഗീകരിക്കപ്പെടില്ല, എന്നാൽ തരം താഴ്ത്തുന്നതിന് യാതൊരു കുറവുമില്ല. അപ്പൊ ഇനി കലോത്സവത്തിൽ പങ്കെടുക്കാൻ പോണവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങള് കലയെ ഇഷ്ടപ്പെടുന്ന സത്യം പറഞ്ഞ കലോത്സവത്തിൽ പോകരുത്. നിങ്ങൾക്ക് ആ ഫണ്ട് വെച്ച് നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് ഒരു കച്ചേരിയോ
അല്ലെങ്കിൽ അധ്യാപകരുടെ അടുത്ത് പോയിട്ട് നല്ലപോലെ പഠിച്ച് നല്ല നല്ല ക്ഷേത്രങ്ങളിൽ പ്രോഗ്രാം ചെയ്യാൻ ശ്രമിക്കുക. ആ എഫേർട്ടും ആ ഫണ്ടും വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന പോലെ പെർഫോം ചെയ്യുക. നമ്മൾ കലോത്സവത്തിന് പോകുമ്പോൾ നമ്മൾ എടുക്കുന്ന എഫേർട്ടിനുള്ള ഒരു അംഗീകാരം നമുക്ക് കിട്ടാൻ വളരെ ടഫാണ്. വളരെ, അതായത് 100 ഇനങ്ങൾ മത്സരം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു 2 or 3 ഐറ്റത്തിന് മാത്രമേ സുതാര്യമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റും റിസൾട്ടും വരുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മളൊരു ഭാഗ്യം പോലെ ആണ്. ഈ സിസ്റ്റം മാറണോന്ന് സിസ്റ്റം തീർച്ചയായിട്ടും മാറണം. അതായത് അത് ഒരു വിഭാഗത്തിനെ ഞാൻ കുറ്റം പറയല്ല. ഇത് തലമുറകളായിട്ട് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആരും അതിനെ ചോദ്യം ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ അയാൾക്ക് ഇത് പറഞ്ഞപ്പോ പലരും അതിന്റെ കമന്റ്സിൽ പറയുന്നുണ്ട് ഇരവാദമാണ് ഈ കുട്ടിക്ക്, അതേപോലെ തോറ്റു കഴിഞ്ഞാൽ തോൽവി സമ്മതിക്കാൻ കഴിയാത്തതിന്റെയാണ്, അല്ലെങ്കിൽ മിണ്ടാതെ വീട്ടിൽ പോയി ഇരുന്നോട്ടെന്ന് ചോദിക്കും. എല്ലാവർക്കും ഇതൊക്കെ തന്നെ അനുഭവം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ദുരിതങ്ങൾ നടക്കുന്നു. ഇതുപോലെ ബ്രിട്ടീഷുകാർ വന്ന് ഇന്ത്യ ഭരിച്ച സമയത്ത് ബ്രിട്ടീഷുകാർ വന്ന് നമ്മളെന്തായാലും ഇത് അനുഭവിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമോ? നമ്മൾ ചോദ്യം ചെയ്യണം. നമ്മൾ പ്രതികരിക്കേണ്ടത് പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോ നമ്മളും അനുഭവിക്കുന്ന അടുത്ത ആളും കൂടെ അനുഭവിക്കട്ടെ എന്നുള്ളൊരു മനസ്ഥിതി കൊണ്ട് നമുക്ക് നന്നാവാൻ പറ്റില്ല. അതായത് ഇത് അഫക്ട് ചെയ്യുന്ന ഒരുപാട് കുട്ടികളെ മാത്രമല്ല, അധ്യാപകരെ, വീട്ടുകാരെ, ഒരു സ്കൂളിനെ ഒക്കെ ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്. ഈ കൾച്ചറൽ പ്രോഗ്രാംസിൽ ഉണ്ടാവുന്ന ഇങ്ങനത്തെ ഈ പിടിവലികളും കാരണം നമുക്ക് ഉണ്ടാകുന്ന മെന്റൽ സ്ട്രെസ്സിൽ അക്കാഡമിക്സിൽ പോലും നമുക്ക് പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും. അപ്പൊ ഇനി നൃത്തമായിട്ട് തുടർന്ന് പോകാനാണോ ആഗ്രഹം? എന്താണ്? നൃത്തം എന്തായാലും തുടർന്ന് പോകും. കാരണം എനിക്ക് ഇത്രയും വിഷമങ്ങൾ തന്നപ്പോഴും എനിക്കൊരു സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് തന്നെയായിരുന്നു. നടഭൈരവി തില്ലാനയുടെ പാട്ട് വെച്ച് കേൾക്കുമ്പോൾ കിട്ടുന്ന ആ എനർജി, അല്ലെങ്കിൽ അത് കളിക്കുമ്പോൾ ഉള്ള സന്തോഷം, അത് എത്ര കലോത്സവങ്ങളിൽ എത്ര അട്ടിമറികൾ കാണിച്ചാലും തകർത്ത് കളയാൻ പറ്റുന്ന ഒന്നല്ല. നമ്മുടെ കഴിവ് എവിടെ വേണമെങ്കിലും നമുക്ക് പ്രദർശിക്കാം. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ആ ഒരു അതും കുറിച്ച് പറയാം. ഉള്ളതുകൊണ്ട് അതെനിക്ക് ഒത്തിരി സപ്പോർട്ടാണ്. കാരണം ചിലപ്പോൾ ഒരു കലോത്സവത്തിന് ഞാൻ അതിന്റെ ആ ഒരു പോസിറ്റീവ് സൈഡിൽ കാണുന്നു. കലോത്സവത്തിന് ഞാൻ ചിലപ്പോൾ എനിക്കൊരു അവസരം കിട്ടി A ഗ്രേഡ് വാങ്ങിയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ പോയത്. ഇതിപ്പോ പലരും എന്നെ അറിയാത്തവർ പോലും എവിടെന്നെങ്കിലുമൊക്കെ അമ്മയുടെ ഫേസ്ബുക്കിൽ നിന്നോ എവിടെന്നെങ്കിലൊക്കെ നമ്പറൊക്കെ കിട്ടിയിട്ട് വിളിക്കും, മോൾ ഇനിയും ഡാൻസ് ചെയ്യണം, ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്, കളിക്കണം, ഞങ്ങൾ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞാൽ ആ സപ്പോർട്ട് കേൾക്കുമ്പോൾ അതും നമുക്ക് സന്തോഷമാണ്. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ നവ്യയാണ്. അറിയാലോ, നവ്യ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങി. അപ്പൊ ഇന്ന് ആ ആളുടെ ഒരു ജീവിതയാത്ര എങ്ങ് എത്തിയിരിക്കുന്നു. ഇപ്പോഴും സിനിമയിലും ഉണ്ട്, ഡാൻസിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു പ്രചോദനമല്ലേ? തീർച്ചയായും. അതുപോലെ തന്നെ പലരും പറയുന്നുണ്ട് നവ്യ നായർ കരഞ്ഞതുപോലെ കരഞ്ഞ് സിനിമയിൽ കയറാമെന്ന്. ഞാൻ എനിക്കൊരു ചോദ്യം ചോദിച്ചോട്ടെ, നവ്യ നായർ കലോത്സവത്തിന് കരഞ്ഞുകൊണ്ടാണോ അവരിന്ന് മലയാള സിനിമയിൽ മികച്ച നടിയായത്? തീർച്ചയായും അവരെടുത്തിട്ടുള്ള എഫേർട്ട്, ആ നല്ലൊരു സിനിമയിൽ നല്ലൊരു കഥാപാത്രത്തിനെ നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് ഒരു ഡയറക്ടർ പറയുന്നത് പോലെ അതിന് എഫേർട്ട് എടുത്തിട്ടാണ് അവർ ഇത്രയും ഈ ലെവലിൽ എത്തിയിട്ടുള്ളത്. അവർ കരഞ്ഞു, അവർ പ്രതികരിച്ചു എന്നുള്ളത് അവരുടെ ആ സമയത്ത് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ആരെ പ്രതികരിക്കുക? പുള്ളിക്കാരുടെ അമ്മയച്ഛനും ഡാൻസർ അല്ലെന്ന് തോന്നുന്നു, അല്ലേ? അല്ല, അധ്യാപകരാണ്. പിന്നെ ഫിലിമിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളാണെന്ന് തോന്നുന്നു, അല്ലേ? ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. പക്ഷെ എന്നാലും കഴിവ് കാരണമല്ലേ ഇപ്പോഴും. അല്ലെ, നമ്മുടെ മലയാളി ഓഡിയൻസും അങ്ങനെയാണ്. ഇവിടെ നെപ്പോട്ടിസത്തിനൊന്നും അങ്ങനെ വലിയ ഇതില്ല. കഴിവുള്ളവരെ അംഗീകരിക്കുന്ന മനസ്സുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ തന്നെ കയറി വന്ന ഒരു നടിയാണ്. അവർ കരഞ്ഞുകൊണ്ടാണ് അവർ സിനിമ, അവരെ പോലെ കരഞ്ഞ് സിനിമയിൽ കയറാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ 10 സിനിമയിൽ അഭിനയിക്കുന്ന സമയം കിട്ടും. അപ്പൊ എന്താണ് ഇനി പ്രേക്ഷകർക്ക് പറയാനുള്ളത്? ഞാൻ യാത്ര എന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നേ ആൾക്കാരോട് പറയാനുണ്ട്. നമ്മൾ ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ ഒരു വൈറലാവുന്ന ക്ലിപ്പുകളുടെയാണ്, അതായത് കുറച്ച് ഭാഗത്ത് കരയുന്ന ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ. നിങ്ങളത് കണ്ട് ഉടനെ കമന്റ് ചെയ്യണത് നവ്യ നായരെ പോലെ ആവാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഞാൻ ചോദിക്കുകയാണ്, നവ്യ നായർ 25 കൊല്ലം മുമ്പ് അതുപോലെ റിയാക്ട് ചെയ്തു. 25 കൊല്ലത്തിന് ഇപ്പുറവും ഒരു കുട്ടിക്ക് വീണ്ടും അങ്ങനെ റിയാക്ട് ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം എന്താണ് ആ സിസ്റ്റത്തിന്റെ തകരാറുള്ളത്. അതുപോലെ തന്നെ എന്താണ് ബാക്ക് സ്റ്റോറി. നിങ്ങൾ ഒന്ന് ആ കമന്റ്സിൽ തന്നെ ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ വിവരണം ഉണ്ടാവും. എന്തുകൊണ്ട് ഈ കുട്ടി ഇങ്ങനെ കഴിയേണ്ടി വരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ പ്രതികരിക്കുന്നത്. ഇപ്പൊ എന്റെ ഒരു വീഡിയോ മാത്രമാണ് വൈറലായത്. കാസർഗോഡ് നിന്നുള്ള ഒരു വിദ്യാർത്ഥിയുടെ, അതുപോലെ തന്നെ ജില്ലാ തലത്തിൽ ഇതുപോലെ അട്ടിമറി കാണിക്കുന്ന പല കുഞ്ഞുങ്ങളുടെയും വീഡിയോസ് നമ്മൾ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അതൊന്നും ഇങ്ങനെ എന്റേതെന്തോ വൈറലാണ്. അത് ഓരോ ആൽഗോരിതത്തിന്റെ ഓരോ ഇത്. അത് പക്ഷെ എന്റെ ഒരാളുടെ മാത്രം എക്സ്പീരിയൻസ് അല്ല, ഒറ്റയ്ക്കുള്ള എക്സ്പീരിയൻസ് അല്ല. പല കുട്ടികളുടെയും, കഴിഞ്ഞു പോയ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെയും, ഇന്ന് ഫീൽഡിൽ അവരുണ്ട്, അതുപോലെ ഫീൽഡിൽ നിന്ന് പോയ ഇതും അതുകൊണ്ട് മനസ്സ് മടുത്ത് പോയവരുണ്ട്.
അവരോടൊക്കെ നിങ്ങൾ ചോദിക്കണം. അവരനുഭവിച്ചിട്ടുള്ള അവരുടെ സത്യമായ അവസ്ഥകളാണ്. അതിന്റെ ഒരു ഭാഗം കണ്ടിട്ട് തോൽവി അംഗീകരിക്കാൻ പറ്റുന്നത്, തോൽക്കാൻ പോലുള്ള അവസരം തരുന്നില്ല നമുക്ക്. അപ്പൊ താങ്ക്സ്.